മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുക. പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ തമ്പുരാൻ ഘോഷയാത്രയെ അനുഗമിക്കും. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, തിരുവാഭരണ ഘോഷയാത്ര പേടകവാഹകരെത്തി പന്തളം വലിയ തമ്പുരാനിൽ നിന്നും രാജപ്രതിനിധിയിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ 1 മണിയോടെയാണ് ഇവിടെ നിന്നും ഘോഷയാത്ര പുറപ്പെടുക. 12 മണിയോടുകൂടി ഈ നട അടയ്ക്കും. അതുവരെയാണ് ഈ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് ഈ തിരുവാഭരണം ദർശിക്കുവാനുള്ള അവസരമുള്ളത്. പുലർച്ചെ മുതൽ തന്നെ തിരുവാഭരണം ദർശിക്കുവാനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പുലർച്ചയോടെ തന്നെ ഈ കർപ്പൂരാഴിയുടെ അകമ്പടിയോടെയായിരുന്നു ക്ഷേത്രത്തിലേക്ക് ഈ പേടകവാഹക സംഘം ഈ തിരുവാഭരണം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദർശനത്തിന് ഒരുക്കിയത്. എന്തായാലും 29ഓളം പേരടങ്ങുന്ന ഈ പേടകവാഹക സംഘമാണിപ്പോൾ അനുഗ്രഹം വാങ്ങിയ ശേഷം ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു തിരക്ക്, അതായത് ഈ ക്ഷേത്രത്തിനുള്ളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെയുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം 1 മണിയോടെ ഇവിടെ നിന്നും യാത്ര തിരിക്കും. 1 മണി ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുവാനുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടെ നിന്നും യാത്ര തിരിക്കുക. ഈ യാത്ര തിരിക്കുമ്പോൾ തന്നെ 3 പേടകങ്ങളിലായാണ് ഈ തിരുവാഭരണം ഭഗവാന് ചാർത്തുവാനുള്ള തിരുവാഭരണം ഒരു പേടകത്തിലും, അതോടൊപ്പം തന്നെ ജീവത, അതോടൊപ്പം വെള്ളിപ്പാത്രങ്ങൾ അടങ്ങിയ മറ്റൊരു പേടകം, അങ്ങനെ 3 പേടകങ്ങളായി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കും. അതിനു പിന്നാലെ തന്നെ നിരവധി ഭക്തജനങ്ങൾ, അയ്യപ്പൻ ഈ രാജപ്രതിനിധി ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ടുണ്ടാകും. അതോടൊപ്പം ഓരോ സ്ഥലങ്ങളിലും സ്വീകരണവും ഒരുക്കും. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരമ്പരാഗത പാതയുണ്ട്. അതായത് ആദ്യം മണികണ്ഠൻ ആൽത്തറ ആണ് ക്ഷേത്രം, അവിടേക്ക് എത്തി പിന്നീട് കുളനട, ഉള്ളന്നൂർ, കുറിയാനപ്പള്ളി, കിടങ്ങന്നൂർ, ആറന്മുള വഴിയാണ് അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് അന്നത്തെ ദിവസം താമസിക്കുക. അതിനുശേഷം ആ ഒരു വിശ്രമം, അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും പെരിനാട് വഴി ലാഹ സത്രത്തിലേക്ക് എത്തുന്നു. അവിടെയും വിശ്രമമുണ്ട്. അതിനുശേഷമാണ് കാനനപാതയിലൂടെയുള്ള യാത്ര വരുന്നത്. കാനനപാതയിലൂടെ തന്നെ നമുക്കറിയാം പമ്പാ നദിയൊക്കെ കടന്ന് കൊടും വനത്തിലൂടെയാണ് ഈ ഒരു തിരുവാഭരണവും കൊണ്ടുള്ള യാത്ര. അത് കഴിഞ്ഞ ശേഷം വൈകിട്ടോടെയാണ് ശരംകുത്തിയിലേക്കെത്തി സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാ കണ്ണുകളും ഇത്തരത്തിൽ ഈ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങനെ വരുന്നത് നോക്കി അവിടെ നിൽക്കുന്നുണ്ടാകും. വലിയൊരു സ്വീകരണം അവിടെ ഉണ്ടാകും, ശരംകുത്തിയിലുണ്ടാകും. അത് കഴിഞ്ഞ ശേഷമാണ് വൈകിട്ട് കൂടി ദീപാരാധനയ്ക്ക് ഈ തിരുവാഭരണം ചാർത്തിയ ശബരീശന്റെ വിഗ്രഹം കാണുന്നത്. അത് കണ്ട് നിൽക്കുമ്പോൾ തന്നെ മകരജ്യോതി തെളിയും. അതും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മസംതൃപ്തി കിട്ടുന്ന നിമിഷം. ഇതിൻ്റെയൊക്കെ തന്നെ തിരക്കും ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയിലും അതുപോലെ തന്നെയാണ് ആ ഒരു തിരക്ക്. ആ തിരുവാഭരണം ദർശിക്കുവാനായും നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുന്നു. എന്തായാലും ചടങ്ങുകൾ ഓരോന്നായി പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പേടകവാഹക സംഘമാണ് ഇവിടെ എത്തിയത്. അവർ അനുഗ്രഹം വാങ്ങിയതാണ്. ഇനി ഓരോ ചടങ്ങുകൾ, ക്ഷേത്രത്തിനുള്ളിൽ പൂജകൾ നടക്കുവാനുണ്ട്. പൂജ നടന്ന ശേഷം നട, അതായത് ഇപ്പോൾ 12 മണിയോടുകൂടി നടയടച്ചു. 1 മണിക്കാണ് ഈ പേടകവാഹക സംഘത്തിന് ഈ ഒരു പേടകം, അതായത് തിരുവാഭരണങ്ങൾ പേടകത്തിലാക്കിയ ശേഷം ആ പേടകം കൈമാറുക. പേടകം തലയിൽ ചുമന്നുകൊണ്ടാണ് ഇത്രയധികം 82 കിലോമീറ്ററാണ് നടക്കുവാനുള്ളത്. അതായത് പരമ്പരാഗത തിരുവാഭരണ പാത, അതായത് എല്ലാ വർഷവും തിരുവാഭരണം കൊണ്ടുപോകുന്ന ഒരു പാതയുണ്ട്. അത് ക്ഷേത്രങ്ങളിലൂടെ ഓരോ ക്ഷേത്രങ്ങളും പോയി അവിടെ 11 സ്ഥലങ്ങളിൽ ആ പേടകങ്ങൾ തുറന്നു വെച്ച് ദർശനത്തിന് സൗകര്യമൊരുക്കും. അത് കഴിഞ്ഞ ശേഷം 50ഓളം സ്ഥലങ്ങളിൽ ഈ പേടകം ഇറക്കി വെക്കും. അത്തരത്തിൽ നിരവധി ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയാണ് ഈ ഒരു തിരുവാഭരണ ഘോഷയാത്ര നടക്കുക. അതിനിടയിൽ നിരവധി പേർ ഈ അയ്യപ്പൻ്റെ തിരുവാഭരണം നേരിട്ട് കാണുവാനായി അവിടേക്ക് ഓരോ സ്ഥലങ്ങളിലായി എത്തും. അതുതന്നെയാണ് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഇപ്പോൾ പന്തളം മുതൽ ഇനി അങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിലും ഈ തിരുവാഭരണം എത്തുമ്പോൾ ശരണമന്ത്ര ധ്വനികൾ ഉയർന്നുകൊണ്ട് അവിടെയെല്ലാം ശരണമന്ത്ര മുഖരിതമായി കൊണ്ട് അത്തരത്തിലൊരു തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കാൻ നിരവധിയായി ഭക്തജനങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങളിലും സ്വീകരണം, അത് കുടുംബങ്ങളായാലും
സംഘടനകളായാലും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളായാലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ സ്വീകരണം ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുണ്ട്. അതെല്ലാം അങ്ങനെ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി അങ്ങനെ അവസാനം സന്നിധാനത്തേക്കെത്തുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഈ മണ്ഡലകാലത്ത് വിളക്കിന് വേണ്ടി ഭക്തജനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വലിയ തിരക്ക് നമുക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും ഈ തിരുവാഭരണം കൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇത് ഇപ്പോൾ അനുഗ്രഹം വാങ്ങിയാണ് ഇവിടെ നിന്നും തിരിക്കുന്നത്. അതോടൊപ്പം അത്തരത്തിലുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ കൃത്യമായി നടത്തിയ ശേഷമാണ് ഇവിടെ നിന്നും ആ ആഭരണങ്ങളുമായി തിരിക്കുന്നത്. തിരുവാഭരണങ്ങളെന്ന് പറയുമ്പോൾ തന്നെ പന്തളം രാജാവ് അയ്യപ്പന് വേണ്ടി അയ്യപ്പന് വേണ്ടി നിർമ്മിച്ചു നൽകിയ ആഭരണങ്ങളാണ്. ആ ആഭരണങ്ങൾ അണിയുന്ന അയ്യപ്പനെ കാണുവാൻ ജനലക്ഷങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ മകരജ്യോതി തെളിയുന്നതോടുകൂടി ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ആത്മസംതൃപ്തിയാണ്. അത്തരത്തിലൊരു ആത്മസായുജ്യമടയുന്ന ആ ഒരു ദിനങ്ങളിലേക്കാണ് പോകുന്നത്. തന്നെയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായ ശബരിമല അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തുവാൻ 41 ദിവസം വ്രതം നോറ്റ് അത്തരത്തിൽ ഓരോ ചടങ്ങുകളും പൂർത്തിയാക്കി അവിടേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി അതുതന്നെയാണ് ഈ വിളക്ക് ദർശനത്തിലും ഈ മകരവിളക്കിനും മകരസംക്രമ പൂജയിലുമൊക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. ഇനി എന്തായാലും ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം കുറേയധികം അയ്യപ്പന്മാരുണ്ട്. അവരൊക്കെ തന്നെ തയ്യാറെടുക്കുകയാണെന്ന് 1 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്നും ആ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുവാനായി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാജപ്രതിനിധി അദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം തൃക്കേട്ടനാൾ രാജരാജവർമ്മ അദ്ദേഹമാണ് ഈ ഘോഷയാത്രയെ നയിക്കുന്നത്. യാത്രയ്ക്കുശേഷം അവിടേക്ക് തിരുവാഭരണം എത്തുമ്പോൾ അതിനൊപ്പം തന്നെ അദ്ദേഹവും അങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത്രയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ഈയൊരു നിമിഷം അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റിവിടെ എത്തിയിരിക്കുന്ന ഭക്തരെല്ലാം തന്നെ ഇവിടേക്ക് വീണ്ടും ഈയൊരു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഒരുക്കങ്ങളിലെല്ലാം തന്നെ എല്ലാവരും ഇവിടെ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടിവിടെയുണ്ട്. ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുശേഷം തിരുവാഭരണങ്ങൾ ഈ പേടകത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. അതിനുശേഷമാണ് ശരി. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നത്. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അതിൽ പേടകവാഹകരെത്തി പന്തളം വലിയ തമ്പുരാനിൽ നിന്നും രാജപ്രതിനിധിയിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.